നമസ്കാരം. ഓരോ മാസവും ആരംഭിക്കുന്ന പുതിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ മാസത്തെ തെറ്റുകൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ ആവർത്തിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തെ റീഡിംഗ് എന്താണ്? എന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? എൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്പ്രെഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് സെപ്റ്റംബർ മാസം നിങ്ങൾ ചെയ്യേണ്ട ക്രിയാത്മകമായി ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ എന്താ പറയുക റീഡിംഗ് എന്താണ് എന്നാണ് ഇതിലൂടെ ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഞാൻ എൻ്റെ പാഷൻ കൊണ്ട് ടാരോ പഠിപ്പിക്കുന്നു. എല്ലാ സമയം ഐ ടീച്ച് ഇംഗ്ലീഷ്. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ടാരോ പ്ലീസ് ജോയിൻ മൈ കോഴ്സ്. ബിക്കോസ് എൻ്റെ മിഷൻ എന്ന് പറയുന്നത് തന്നെ 1,00,000 പേരെ ടാരോ പഠിപ്പിച്ച് അതിൽ ഒരു 10,000-ഓളം പേരെ സ്വന്തം കാലിൽ ടാരോ റീഡിങ്ങിലൂടെ വരുമാനമുണ്ടാക്കുന്ന രീതിയിലാക്കി തരണം എന്ന രീതിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മിഷൻ്റെ ഒരു ഭാഗമാകാൻ ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അതല്ലെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ ഓൺ ദിസ് ചാനൽ. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസത്തെ നമ്മുടെ പ്രഡിക്ഷൻ എന്താണെന്ന് നോക്കാം. ഇതൊരു എൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്പ്രെഡാണ്. അപ്പോൾ 4 കാർഡുകൾ നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്തു വയ്ക്കുന്നു. ഇതിൽ ഓരോ മെസ്സേജുകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇത് റിവീൽ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ 4 കാർഡുകൾ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എന്നറിയാനായിട്ട് നമ്മൾ സൈക്കിക് ടാരോ എന്ന് പറയുന്ന ടാരോ ഡെക്കിൽ നിന്ന് 4 കാർഡുകൾ എടുത്ത് ഇതിൻ്റെ അടുത്ത് വയ്ക്കും. എന്നിട്ട് നമ്മളിത് റിവീൽ ചെയ്തിട്ട് എന്താണ് നമ്മുടെ സെപ്റ്റംബർ മാസത്തെ സന്ദേശം എന്ന് നമുക്ക് നോക്കാം. ഈ കാർഡുകൾ നമുക്ക് തരുന്നത്. അപ്പോൾ കാർഡുകൾ ഞാൻ വെക്കുന്നു. നടുക്ക് നമ്മൾ വെച്ചിട്ടുള്ളത് മേജർ ആർക്കാന കാർഡുകളാണ്. കാരണം അതിൽ നിന്നാണ് നമുക്ക് ആ സ്പിരിച്വൽ ലെസൺസ് കിട്ടുന്നത്. അപ്പോൾ സെപ്റ്റംബർ മാസം എന്താണ് നമ്മളോട് പറയുന്നത്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ കാർഡുകൾ ഓരോന്നായിട്ട് റിവീൽ ചെയ്യാം, എന്താണ് അതിൽ പറയുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിട്ടുള്ളത്. ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് ഈ മാസം എന്ത് കാര്യമാണ് നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത്. ഇത് നമ്മുടെ പാസ്റ്റാണ് ഡെത്ത് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ തിരിച്ചു വയ്ക്കാം. അപ്പോൾ പാസ്റ്റ് നമ്മൾ എന്തൊഴിവാക്കി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് സെപ്റ്റംബർ മാസം. രണ്ടാമത്തെ കാർഡ് വന്നിട്ടുള്ളത് ഏത് കാര്യത്തിനാണ് നമുക്ക് അലൈൻമെൻറ്റ് വേണ്ടത് എന്നുള്ളതാണ്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് മറയ്ക്കുന്നു. അപ്പോൾ ഈ മാസം നമ്മൾ സഹകരിച്ച് പോകേണ്ടത് ആരുടെ ഇതാണ്, അതായത് നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ, വൈവാഹിക ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് നമ്മുടെ പാർട്ട്ണറുടെ സന്തോഷത്തിന് വേണ്ടി എന്നുള്ളതാണ് ഈ കാർഡ് നമുക്ക് പറയുന്നത്. ഇനി നമുക്ക് ഈ കാർഡ് എന്താണെന്ന് നോക്കാം. ഏത് കാര്യത്തിലാണ് നമ്മൾ ആന്തരികമായിട്ടുള്ള ശക്തി ഈ മാസം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ കാർഡ് റിവീൽ ചെയ്യും. അവസാനം അടുത്ത ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഈ മാസം എന്ത് കാര്യത്തിലാണ് നമുക്ക് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഉണരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഇതാണ് ഈ മാസം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എന്ത് കാര്യമാണ് നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ പാസ്റ്റ്. ഇത് എന്ത് കാര്യമാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ്, അത് ബിസിനസ് അല്ലെങ്കിൽ വിവാഹബന്ധം, അതിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഏത് കാര്യത്തിലാണ് നമ്മൾ നമ്മുടെ സ്വാധീന ശക്തി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. ഇത് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എന്ത് കാര്യമാണ് നമ്മൾ ഈ മാസം പുതിയതായിട്ട് തുടങ്ങേണ്ടത്, സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ 2 കാർഡുകൾ 2 കോൺട്രാസ്റ്റ് ആണ്. ഒന്ന് പാസ്റ്റ് ഒഴിവാക്കുന്നു, ഒന്ന് ഫ്യൂച്ചർ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഫേം ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അതായത് അപ്പോൾ ഡെത്ത് കാർഡും ഫേം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കാർഡും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പഴയ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി നമ്മുടെ ഫേം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഉറച്ച അടിത്തറ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏത് കാര്യങ്ങളിലാണ് നമ്മുടെ അടിത്തറ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മൾ ചോദിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അടിത്തറ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് എന്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശരിയാവാത്തത്, അത് ചില കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒഴിവാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കി പുതിയ എന്താ പറയുക ശക്തമായുള്ള സുസ്ഥിരമായിട്ടുള്ള അടിത്തറ കെട്ടണമെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വളരെ രസകരമായിട്ട് വന്നിട്ടുള്ളത് ഒരേ കാർഡുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് സ്പിരിച്വൽ യൂണിയൻ എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാജിക് മനസ്സിലായി. അപ്പോൾ നമ്മളോട് പറയുന്നത് ഈ മാസം നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമ്മളൊരു ആത്മീയ തലത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിൽ, സ്പിരിച്വൽ തലമെന്ന് ഉദ്ദേശിക്കുന്നത് സന്യാസമല്ല. പലരും സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് സന്യാസമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ മാരേജ് കൗൺസിലിങ്ങിലൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ?
ഫേവറേറ്റ് ഭക്ഷണം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക ആക്ടർ ആരാണെന്ന് അറിയാമോ? എന്നൊക്കെ നമ്മൾ രണ്ടുപേരോടും മാറ്റിയിരുത്തി ചോദിക്കാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അവർ തമ്മിലുള്ളൊരു ഡൈനാമിക്സ് മനസ്സിലാവും. അപ്പോൾ ഈ മാസം നിങ്ങൾ വിവാഹിതനാണെങ്കിൽ വിവാഹ ബന്ധത്തിൽ എന്ത് കാര്യം നിങ്ങൾക്ക് എന്താ പറയുക അവരുമായിട്ട് സ്പിരിച്വലായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. അപ്പോൾ കുറച്ചുകൂടി ആത്മീയമായിട്ട് ഇതാക്കി നോക്കുക. ഏത് കാര്യത്തിലാണ് നമ്മൾ സ്വാധീന ശക്തി ഉപയോഗിക്കേണ്ടത് നമ്മൾ ചോദിച്ചു. അപ്പോൾ ലവ് ബിഗിൻസ് എന്ന പറഞ്ഞ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ലവ് എന്ന് പറയുന്നത് എന്ത് കാര്യം നമുക്ക് ഇഷ്ടമുള്ളതാവാം. ഇഷ്ടമുള്ളത് പഠിക്കുന്നതാവാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ പറയുക ചെയ്യുന്നതാവാം, ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നതാവാം. അതായത് നമുക്ക് വൈകാരികമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയുക നിങ്ങൾക്കിപ്പോൾ ടാരോ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം നിങ്ങൾക്ക് ടാരോ പഠിക്കാൻ തുടങ്ങാം. അതെങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. പുസ്തകം മേടിച്ച് പഠിച്ചോ, കോഴ്സുകളിലൂടെയോ എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ മാസം നമ്മുടെ സ്വാധീന ശക്തി ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ തടയുന്നുണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആന്തരിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചെയ്യാനാണ് പറയുന്നത്. ഇനി എന്താണ് നമുക്ക് പുതിയ ജഡ്ജ്മെൻറ്റ് കോൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കാർഡാണ്. ഇതിൽ എന്താ പറയുക ഇത് വായിക്കാൻ കുറച്ച് എന്താ പറയുക എൻ്റെ സ്പെല്ലിങ്ങിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓവറോൾ ഈ സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം വളരെ രസകരമായിട്ട് പറഞ്ഞുതരാം. നമ്മളിത് പെട്ടെന്ന് റിവീൽ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നമ്മളെ പഴയത് ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ഇത് വേദനാജനകമായിട്ടുള്ള നമ്മളൊരു കാര്യം ലെറ്റ് ഗോ എന്ന് പറയും. അതായത് ഒഴിവാക്കി പോകേണ്ടത് അത് എന്താണെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു അനാരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്താണ് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമില്ലാത്ത നിങ്ങളൊരു കാര്യം എന്ന് ചോദിച്ചിട്ട് അത് എന്താ പറയുക ഒഴിവാക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ എന്താ പറയുക രാത്രി ഉറങ്ങാൻ വൈകുന്ന ആളാണെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ഇപ്പോൾ ചെയ്യുക. വൈകി എണീക്കുന്ന ആളാണെങ്കിൽ നേരത്തെ എണീക്കാൻ പറ്റുമെന്ന് നോക്കുക. അതായത് ഇനിയിപ്പോൾ തീരെ ആരോഗ്യപരമായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നടക്കാൻ പോവുക, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ഒരു ഫേം ആയിട്ടുള്ളൊരു എന്താ പറയുക സുസ്ഥിരമായിട്ടൊരു പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കുക. അതാണ് ഈ കാർഡ് പറയുന്നത്. ഇത് നമ്മുടെ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. വൈവാഹികനാണ് അതാണെങ്കിൽ ആ ബന്ധത്തിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ, അതായത് ഫിസിക്കൽ അല്ലാത്ത ഒരു സ്പിരിച്വൽ ലെവലിൽ അവരുമായിട്ട് കണക്റ്റ് ആവാൻ നോക്കുക. സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡ് ഇത് നമ്മളോട് പറയുന്നത് ഇത്ര നാളായിട്ട് നമ്മൾ ചെയ്യാതെ നമ്മളെ തടഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ മാസം നമുക്ക് ഇഷ്ടമുള്ളത് അത് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ യൂട്യൂബിൽ ഡാൻസ് എല്ലാത്തിനും നമുക്കിന്ന് വീഡിയോസ് ഉണ്ട്. അത് നോക്കി എന്താണോ അത് തുടങ്ങുക. ഈ മാസം എന്തെങ്കിലും പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് വരുന്നുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവർ എന്തുകൊണ്ട് യൂട്യൂബിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ അറിവ് പങ്കുവയ്ക്കാനായി. അപ്പോൾ വേണമെങ്കിൽ ഈ മാസം നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഫേസ് ഇല്ലാത്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതായത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനായി ഈ മാസം പുതിയൊരു രീതിയിൽ. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക ഓഗസ്റ്റിൻ്റെ അവസാനവും പുതിയ മാസത്തിൻ്റെ തുടക്കവും വരുമ്പോൾ ഈ മാസം അവസാനമാകുമ്പോൾ നമ്മൾ ഈ 4 മേഖലകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് 30 ആകുമ്പോഴേക്കും നിങ്ങളൊരു പുതിയ ഹാബിറ്റിൽ സുസ്ഥിരമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കുക. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്താ പറയുക ഒരു വൈകാരിക തലത്തിൽ അല്ലെങ്കിൽ ഒരു ആത്മീയ തലത്തിൽ കണക്റ്റ് ആവാൻ നോക്കുക. ഇതെല്ലാം ഈ മാസം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ പഴയൊരു ഹാബിറ്റ് ഒഴിവാക്കി പുതിയതിലേക്ക് ബിൽഡ് ചെയ്യും. പിന്നെ പാർട്ട്ണറുമായിട്ട് ഈ മാസം കുറച്ചുകൂടി ഒരു നല്ല എന്തെങ്കിലും ഒരു ഇതിലേക്ക് വരും. ആന്തരിക ശക്തിയിലൂടെ നിങ്ങൾ പുതിയൊരു കാര്യം ഈ മാസം തുടങ്ങും. പിന്നെ എന്തെങ്കിലും നിങ്ങൾ ഈ മാസം എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ സെപ്റ്റംബർ മാസം എനിക്ക് ഇത് കാർഡ് വെച്ചിട്ട് കാണാൻ കഴിയുന്നത് എന്താ പറയുക വളരെ ഒരു നല്ല ഒരു മാസമാണ് കാണാൻ കഴിയുന്നത് പല രീതിയിലും. അപ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിലും അതുപോലത്തെ കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതല്ല സംശയവും ഡൗട്ടുള്ള ആളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക നല്ലൊരു മാസം എന്താ പറയുക ആശംസിക്കുന്നു. ഇത് ഓണത്തിൻ്റെ മാസമാണ്. നമുക്ക് ഒരുപാട് എന്താ പറയുക നമ്മൾ പലരെയും കാണുന്ന മാസമാണ്. നമ്മുടെ കൂട്ടായ്മയുടെ മാസമാണ്. അപ്പോൾ നല്ലൊരു മാസം, വളരെ സന്തോഷത്തോടെ ഒരു മാസം, സമൃദ്ധിയുടെ ഒരു മാസം നിങ്ങൾക്ക് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇനിയും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.